അതാണ് പറഞ്ഞ അങ്ങനെ മീറ്റാക്കി. അപ്പൊ ക്രിസ്റ്റി വന്നു എന്ന് അറിഞ്ഞാൽ അപ്പൊ എന്നെ നോക്കുമ്പോ ഞാൻ പറയും ഞാനും മമ്മിയും പപ്പയും ഇങ്ങനെ കാണാൻ വന്നായിരുന്നു. ശരിയാവുന്ന തോന്നില്ല. എന്തേ നോക്കാം. തുടങ്ങിക്കോണേ. ഫസ്റ്റ് ടൈം ഞങ്ങള് മാട്രിമോണിയിലൂടെ പരിചയപ്പെട്ടത്. ഫോൺ കോളാണ് ഫസ്റ്റ് ചെയ്തത്. ഫോൺ കോൾ കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജിൽ വീഡിയോ കോളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 7-8 months ചാറ്റ് ചെയ്തു, കോൾ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയത്. So why did you take my heart away? അതിനുശേഷം ഞങ്ങൾ എന്നാണ് കണ്ടുമുട്ടിയത്? ഒക്ടോബർ 18 ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസിഷൻ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ പാരൻസ് തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ മനസ്സിലാക്കിയത്. അവസാനത്തെ ഇപ്പോൾ എൻഗേജ്മെന്റ് വരെ എത്തി. നീ കല്യാണം വരുന്നത് Maybe it will this night. ക്രിസ്റ്റി എന്നെക്കാളും 8 വയസ്സ് ഇളയതാണ്. പക്ഷേ അവൾ എൻ്റെ ഒരു അനിയത്തിയേക്കാളും ഒരു മകളെ പോലെയായിരുന്നു. പ്രായത്തിൽ വലിയ ഡിഫറൻസ് ഇല്ലെങ്കിലും അവളെ അങ്ങനെ കൊഞ്ചിപ്പിച്ചാണ് വളർത്തിയത്. അപ്പം എപ്പോഴും എന്നെ വിളിക്കുന്നത് കൂക്ക എന്നാണ്. അതേപോലെ ബെറിലിനെ വിളിച്ചുകൊണ്ടിരുന്നത് കൂക്കിയ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. So for me, she was my sister and my best friend. And ചാച്ചനാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹി മൂവ്ഡ് ഔട്ട് ഓഫ് ഹൗസ് ടു ബാംഗ്ലൂർ. അപ്പം എനിക്ക് ഒരു കളിക്കൂട്ടുകാരിയും എല്ലാ രീതിയിലും ഇറ്റ് വാസ് ഹെർ ഓൾവേസ് വിത്ത് മീ ആൻഡ് ഷീ യൂസ് ടു ബി ദെയർ ഓൾ ദ ടൈം. ഞങ്ങൾക്ക് വഴുക്ക് കൂടാനാണെങ്കിലും ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാനാണെങ്കിലും ഞങ്ങളുടെ എല്ലാ ഗോസിപ്സ് ആണെങ്കിലും ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ ദിവസത്തെ കാര്യങ്ങളാണെങ്കിലും പോകുന്നതും വരുന്നതും എല്ലാം ഇറ്റ് വാസ് ഫോർ എ ലോങ് ടൈം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ചിലവായിട്ട്. ഐ wish with all my love and prayer that she will have the best of life from us at least, and we'll really miss her a lot. എല്ലാ അനുഗ്രഹങ്ങളും രണ്ടുപേർക്കും നേരുന്നു. We wish both of them the best of their life and best of luck. ക്രിസ്റ്റിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ക്രിസ്റ്റി ചെറുപ്പം മുതൽ നല്ല ദൈവവിശ്വാസമുള്ള ആളായിരുന്നു. നല്ലവണ്ണം പ്രാർത്ഥിക്കും, നല്ല സങ്കടത്തോടെ പ്രാർത്ഥിക്കും. പിന്നെ ക്രിസ്റ്റിയെ സ്നാനപ്പെടുത്തിയത് പോലും ഞാനാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനപ്പെടുത്തിയത് തന്നെ ഞാനാണ്. എല്ലാവരെയും ക്രിസ്റ്റി എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ടെബു എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ഞങ്ങളുടെ മോളെ ഞങ്ങൾ വളരെ പാമ്പേർഡായിട്ട് വളർത്തിയ ഞങ്ങളുടെ മോളാണ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. പക്ഷേ ഞങ്ങൾ പേരൻസ് അല്ലാതെ അവളുടെ ബ്രദറും അവളുടെ സിസ്റ്ററും എല്ലാവർക്കും ഒരു എന്താ പറയുന്ന ഒരു കൈക്കുഞ്ഞിനെ പോലെ ഞങ്ങൾ വളരെ സ്നേഹിച്ചു വളർത്തി. അവളുടെ ഒരാവശ്യത്തിനും ഇന്നുവരെ ഞങ്ങൾ നോ പറഞ്ഞിട്ടില്ല. ഇപ്പം അവൾക്ക് ദൈവം ഇങ്ങനെ ചെയ്തു കൊടുത്ത അവളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഹാപ്പി ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവൾ പോകുന്ന നോക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമാണ്. അങ്ങനെ നല്ല മോളായിട്ട് പഠിച്ച് ഇത്രയും ആകാൻ ദൈവം അവൾക്ക് കൊടുത്ത എല്ലാ ഇതിനെയും എനിക്ക് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ഫാമിലി മൊത്തം. Dance with me beneath the stars, moonlight crashing on